ഇതെന്താളെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കണ? വാ, മൂഡ് ഔട്ടൊക്കെ മാറ്റി തരാം. നമ്മളെല്ലാം പറയണം, വാ കേറ്. ഇങ്ങനെ കോളേജിലെ പഠിപ്പ് അളിയൻ അവളെ വിട്ടു പോകുന്നതിന്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട്. അവൻ ഓരോ വെക്കേഷനിലും വീട്ടിലേക്ക് പോകുമ്പോ ഓരോരോ മൂഡ് ഓഫാ. രമ്യ, മറിയ, മീര മൂഡ് ഓഫ് ആകാൻ ഓരോരോ കാരണങ്ങൾ. ഇതങ്ങനൊന്നും അല്ല, വളരെ സീരിയസ് ആ. നിനക്ക് കുറിച്ച് ശീലമില്ലാത്ത ബോറാക്കല്ലേ. നീ പോടാ. അവന്റെ മനോവിഷമം കൊണ്ടല്ലേ നീ കുടിയതാ. കുടിച്ചോടാ. പൊറിയിലെടുത്ത് അങ്ങോട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ടേ. എന്തോന്നാണ് ഇവൻ എന്റെ വല്ലതും വാങ്ങിക്കും. ഇവൻ കുറെ നേരമായിട്ട് നമ്മളെ ശല്യപ്പെടുത്തു വന്നു. അവൻ റോയിഡ് മേടിച്ച് അടങ്ങുള്ളൂ. നേരെ ഒന്നുമില്ല. എടാ വസു, അവനെ പിടിച്ച് കിടന്ന്. ഞാൻ കിടന്നു. തുടങ്ങാടി. എന്നാ പിന്നെ ഈ അണ്ണാച്ചിയെ ഓവർടേക്ക് ചെയ്തിട്ട് അണ്ണാച്ചി ഹലോ ഹലോ, ഇവിടെ ക്ലിയർ ആവുന്നില്ല. ഹലോ, അതെ. ഹലോ, എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി. ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ല. ഹലോ, എന്ത് പറ്റിയടോ? ഒന്നും പറയണ്ടടാ, കാറ് കേടായി. ഡ്രൈവർ ആണെങ്കിൽ വർക്ക്ഷോപ്പുകാരനെ തപ്പിപ്പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തെങ്ങും അയാള് വരുമെന്ന്. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. എന്നെ ഒന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യും. തീർച്ചയായിട്ടും. എന്താടാ അത്? ഒന്നുമില്ല, കഷ്ടം. ഹലോ ആൽബി. ഹലോ, സാറ് നേരത്തെ ഓഫാണല്ലേ? ഒരു മിനിറ്റ്, ഞാൻ വെച്ചോളാം. ബെസ്റ്റ് ആൾക്കാർ. വണ്ടി വീട്ടിലേക്ക് തന്നെ എത്തും. ആർക്കറിയാം? അല്ല, അപ്പൊ ഈ കാർ ആരെടുക്കും? അത് ഡ്രൈവർ വന്നെടുത്തോളും. ജയ, അകത്ത് കയറി ഇരിക്കടാ. ஹலோ பெருமாடி, 4 பசங்க நல்ல ஃபிட்டா இருக்கு, உள்ள நல்லொரு ஃபிகர் இருக்கு, மிஸ் பண்ணாத. சரி அண்ணா. എന്താ നിർത്തിയത്? ടൈം ഫോർ നേച്ചേഴ്സ് കോൾ. പോരാ. ഞാനും പറഞ്ഞോടാ. വരണമെങ്കിൽ വേണം. അളിയ, ഞാനും വരുന്നു. വാട്ടർ സ്കാസിറ്റി ഉള്ള കാലാ. ഓ ആൽബി, നിനക്കുള്ള പനിഷ്മെന്റ് ഉണർന്നിട്ട്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ റേഞ്ച് ഇല്ല. ഹലോ ഹലോ, ഞാനിപ്പോ ഹലോ. What happened? ആരെ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു? മുഖത്ത് മാസ്ക് വെച്ചോരാ. ആരാന്നറിയില്ല. നമ്മളെ ജയശങ്കരൻ. ഞാൻ വരാം, നമുക്ക് പോയി നോക്കാം. നീ അങ്ങോട്ട് വരണ്ട. നീ എന്താ ഈ പറയണേ? നമുക്ക് പോയി നോക്കാം. പ്ലീസ് നിമി, നിമി പ്ലീസ്. നിനക്ക് എന്ത് പറ്റിയടാ? ഇവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്?
നീ പോയി വണ്ടിയിലേക്ക് ഇതൊക്കെ ചെയ്തത്? സ്ട്രേഞ്ചേഴ്സ് ഇവിടെ എവിടെ ഉണ്ട് നമുക്കിവിടെ നിൽക്കണ്ട. അറിയുന്ന കളക്ക് അവൻ പറഞ്ഞത് നീ പോ എനിമി പൊയ്ക്കോ വസു വാ come on. റോയ്, വസു. അളിയ ഇനി ഞാൻ പോവും. എടാ മാസ്ക് വെച്ചിട്ട് വേണം അവളുടെ അടുത്ത് പോവാൻ. ഇടയ്ക്കെങ്ങനെ അവൾക്ക് ബോധം വന്ന അവളുടെ വ്യൂ പോയിന്റിൽ അവളെ റേപ്പ് ചെയ്ത് മാസ്ക് വെച്ച് ചെയ്തു സ്ട്രേഞ്ചേഴ്സ്. അളിയന്റെ ഏതെങ്കിലും ഐഡിയ ഇന്ന് വരെ ഏക്കാതെ പോയിട്ടുണ്ടോ? നമ്മൾ ഇന്നലെ ഇന്നും തുടങ്ങിയാണോ ഈ കളി? അന്ന് കോളേജിലെ ഡ്രാമ മത്സരത്തിൽ സാറയ്ക്ക് പറ്റിയതും കോളേജിന്റെ ബാക്ക് യാർഡിൽ രമ്മിക്ക് പറ്റിയതും ഇന്നും മിസ്റ്ററിയാ. അവർക്കൊക്കെ ഇന്നും അതൊക്കെ മാസ്ക് ധരിച്ച സ്ട്രേഞ്ചേഴ്സിന്റെ attack. എന്തിന് ഇത്രയും കാലം നമ്മുടെ കൂടെ നടന്ന ആൽബിക്ക് പോലും അറിയില്ല, പിന്നല്ലേ? ചെല്ലളിയ ഗോ ആൻഡ് ഹാവ് സം ഫൺ. നാ, ഈ മാസ്ക് കൊണ്ടുപോയിക്കോ. ചെല്ലടാ. അളിയ ഒന്നുകൂടെ പോയിട്ട് വരാം. അളിയ അളിയ കൊള്ളാം. ഈ വയറും വെച്ചോണ്ട് അളിയ വയറിലൊന്നും ഒരു കാര്യമില്ലളിയാ. അല്ലളിയ അളിയൻ എന്താ എന്നാടാ അവള് ബ്രീത്ത് ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യൂടാ? റിലാക്സ്. എടാ ഇത് കേരള തമിഴ്നാട് ബോർഡറാ. ഇവിടുന്ന് 100 മീറ്റർ പോയാ കൊടും കാടാ. കടുവയും പുലിയൊക്കെ ഇറങ്ങുന്ന കാട്. ഇവളുടെ പൊടി പോലും ഇനി ആരും കാണില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാവണം. എടാ, നാളെ ആൽബി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എടാ ഒന്നും സംഭവിക്കില്ല. കാറിന്റെ റേഡിയേറ്റർ ഹോസ് കട്ട് ചെയ്ത് അവളെ വടിയിലാക്കാനും ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് മിക്സ് ചെയ്ത് അവനെ ഈ അവസ്ഥയിലാക്കാനും നമുക്കറിയാമെങ്കിൽ ഇതും ഈസിയായി നമ്മൾ ഹാൻഡിൽ ചെയ്യും. എടാ നമ്മൾ പറയുന്നതിനപ്പുറം ആൽബിക്ക് ഒന്നുമില്ല. നിമ്മയ്ക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നു. കല്യാണം ഇവിടെ നടക്കാൻ പോകുന്നു. വിശ്വാസത്തിനൊരു ഫേക്ക് കല്യാണക്കത്ത് അവന്റെ അഡ്രസ്സിലേക്ക് നമ്മൾ അയക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എടാ ഓക്കെ വാടാ. ഓക്കെ വാ, 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 വാ.